കണ്ടെയ്നേഴ്സിലൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ചെന്നൈയിലൊക്കെ നടക്കുന്നൊരു കാര്യമാണ് കേട്ടോ. എല്ലാം നമുക്ക് ചൈനയിൽ നിന്നൊക്കെ വരുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ചെന്നൈയിലും കൊച്ചിയിലും ഒക്കെയാണ് ഇപ്പോൾ ഇറക്കി നമ്മൾ പല ആൾക്കാരിലേക്കും ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഇനി അങ്ങനെ വരുന്ന സാധനങ്ങളുടെയൊക്കെ വെയർ ഹൗസ് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളായിരിക്കും. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വെയർ ഹൗസ് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഞാനെന്നുള്ളത് ശരിക്കും തമിഴ്നാടാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ബോർഡർ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കളിക്കവള ജംഗ്ഷൻ നിന്ന് ഏകദേശം 7.5 കിലോമീറ്ററാണ് ഞാൻ ഈ നിൽക്കുന്ന ജംഗ്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഈ ജംഗ്ഷൻ്റെ പേര് നമ്പാളി ജംഗ്ഷൻ എന്നാണ് കേട്ടോ. മെയിനായിട്ട് ഈ ജോഷുവ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്കൂളിരിക്കുന്ന ആ ഒരു ജംഗ്ഷനാണ്. നിദ്രവള ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് ഈ ഒരു ജംഗ്ഷനിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിന്ന് അകത്തേക്ക് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 267 സെൻറ്റ്, അതായത് 2 ഏക്കർ 67 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ്. വിഴിഞ്ഞത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 23 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് എക്സ്പാൻഷൻ പോസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി എടുത്താൽ ചുറ്റുവട്ടത്ത് വീണ്ടും നമുക്ക് സ്ഥലമൊക്കെ എടുക്കാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ്. നമുക്ക് ഹൈവേയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതായത് NH66 നിന്നും 7 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് കേൾക്കുന്ന വാർത്തയാണ് കേട്ടോ. ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊരു കൊല്ലം തൊട്ട് തിരുനെല്വേലി വരേക്കും NH66 ഇരുവശങ്ങളിലും അതിന് ചുറ്റുവട്ടത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ഒരു ഡെവലപ്മെൻറ്റ് വ്യാപിക്കും എന്നുള്ളത്. അപ്പോൾ അതുപോലെ അതിന് പറ്റുന്ന നല്ല വലിയ ലൊക്കേഷൻസ് പല സ്ഥലങ്ങളിലും കുറവാണ് കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് ഈ ബോർഡർ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് ഇതുപോലെ വലിയ ഏരിയാസ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം താഴെ കാണുന്ന നമ്പർ ഓണറിൻ്റെ തന്നെയാണ്. നേരിട്ട് ഓണറുമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നമ്പാളി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇത്രയും വൈഡായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും. ഈ കാണുന്ന മതിലെല്ലാം നമ്മുടെ പ്രോപ്പർട്ടികളാണ്. ടോട്ടലായിട്ട് 2.67 ഏക്കറാണ്, അതായത് 267 സെൻറ്റാണ് നമുക്ക് വരുന്നത്. നല്ല വിശാലമായിട്ട് കിടക്കുന്ന ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി. മെയിനായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഹൗസിംഗ് പ്രോജക്റ്റുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ സ്കൂൾസ് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്കിവിടെ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം സ്കൂൾസ് ഉണ്ട് കേട്ടോ. ഹോളി ഏഞ്ചൽസ് പബ്ലിക് സ്കൂളുണ്ട്, ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, ജോഷുവ പബ്ലിക് സ്കൂളുണ്ട്. അങ്ങനെ സ്കൂൾസ് നമുക്കിതിൻ്റെ അടുത്തായിട്ടൊക്കെ വരുന്നുണ്ട്. ആ രീതിയിൽ വരുന്നൊരു ലൊക്കേഷനാണ്. ഇനി നമുക്ക് വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു വെയർ ഹൗസിങ് ആക്ടിവിറ്റി ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല വിശാലമായിട്ടുള്ള പ്ലോട്ടാണ്. നല്ല വിശാലമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്കിതിന് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് വേറെയും പ്രോപ്പർട്ടീസൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഏരിയ കിട്ടും. നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ്. നമുക്ക് ശരിക്കും ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു സ്പ്രോളെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രമൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വിഴിഞ്ഞത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പല പത്രങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് നോക്കുകയാണെങ്കിൽ തിരുനെല്വേലി വരേക്കും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. NH66 ഇരുവശങ്ങളിലും നല്ല രീതിയിൽ തന്നെ ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്കിതാ ഇവിടെ നിന്ന് NHലേക്ക് പോകാനായിട്ട്, അതായത് നമുക്കിപ്പോൾ വന്ന് തമിഴ്നാട് ബോർഡറിലേക്ക് വരുന്ന ആ ഒരു ജംഗ്ഷൻ ചെങ്കവള ജംഗ്ഷൻ വരും. ആ ചെങ്കവള ജംഗ്ഷൻ ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ബാക്കി ഇവിടെ നിന്ന് എല്ലാം അടുത്താണ് കേട്ടോ. ഒത്തിരി അധികം സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അടുത്തായിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒത്തിരി അധികം തെങ്ങുകളാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊരു നമ്മുടെ കൃഷി ആവശ്യത്തിനെന്നുള്ള രീതിയിൽ ഫുള്ളായിട്ട് തെങ്ങൊക്കെ വെച്ച് ആ രീതിയിൽ വിളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കണ്ടോ, നിങ്ങൾക്കിങ്ങനെ കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മെയിനായിട്ട് എന്തെങ്കിലും വെയർ ഹൗസ് ആക്ടിവിറ്റി, എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. ഇപ്പോൾ എന്തെങ്കിലും സാധനം നമ്മൾ മെയിനായിട്ട് ഇനി കണ്ടെയ്നേഴ്സിലൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ചെന്നൈയിലൊക്കെ നടക്കുന്നൊരു കാര്യമാണ് കേട്ടോ. എല്ലാം നമുക്ക് ചൈനയിൽ നിന്നൊക്കെ വരുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ചെന്നൈയിലും കൊച്ചിയിലും ഒക്കെയാണ് ഇപ്പോൾ ഇറക്കി നമ്മൾ പല ആൾക്കാരിലേക്കും ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഇനി അങ്ങനെ വരുന്ന സാധനങ്ങളുടെയൊക്കെ വെയർ ഹൗസ് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളായിരിക്കും, കൂടുതൽ ഏരിയ ഉള്ള ലൊക്കേഷൻസ് ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് അഭികാമ്യമായിട്ടുണ്ടാവുക. ആ രീതിയിൽ വരുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 13 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. അപ്പോൾ നമുക്ക് സെൻറ്റിന് ഏകദേശം 4.7 ലാക്സ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 267 സെൻറ്റാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. ഉദ്ദേശിക്കുന്ന വില
13 കോടി രൂപയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാം. അപ്പോൾ അതിന് ശേഷം പുള്ളിയായിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ വിലയിലിൻ്റെ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഇതിന് ചുറ്റുവട്ടമുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് പുള്ളി തന്നെ നേരിട്ടും കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്കിവിടെ ശരിക്കും പൂവാറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13 കിലോമീറ്ററാണ് നമുക്ക് റോഡ് മാർഗേനുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതിലും വളരെ കുറവാണ് കേട്ടോ. എയർ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഏകദേശം ഒരു 6 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. നമുക്കിവിടെ നിന്ന് പൂവാറിന് വേറെ ഇമ്പോർട്ടൻസ് വരുന്നത് കപ്പൽ നിർമ്മാണശാല അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് പൂവാറാണ്. ആ രീതിയിലൊരു ഇമ്പോർട്ടൻസ് വരും. പിന്നെ വിഴിഞ്ഞത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ്. പിന്നെ ഒരു സ്കൂളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ എയർ വിഷ്വൽസൂടെ കാണിച്ചു തരാം. ഒന്ന് കുറച്ചുകൂടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ. നല്ലൊരു ഡീലാണ്. ഉദ്ദേശിക്കുന്ന വില സെൻറ്റിനല്ല, മൊത്തത്തിൽ 13 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില.